11ാം ക്ലാസ്സിൻ്റെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തെർമൽ എക്സ്പാൻഷനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു വസ്തുത, തെർമൽ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ ആ കമ്പി വളഞ്ഞു പൊങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ റെയിൽവേ പാളങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുന്നത്, ഗ്യാപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഗ്യാപ്പുകളില്ല എന്നുണ്ടെങ്കിൽ അവിടെ തെർമൽ സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് ആ പാളം വളഞ്ഞു പൊങ്ങുകയും അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, ഒരു വസ്തുവിനെ നമ്മൾ ചൂടാക്കിയാൽ തെർമൽ എക്സ്പാൻഷൻ മാത്രമല്ല പോസിബിൾ ആകുന്നത്, വസ്തുക്കളുടെ ടെമ്പറേച്ചർ കൂട്ടാനും, അതൊരു വസ്തുവിൻ്റെ താപനില ഉയർത്താനും ഹീറ്റിങ്ങിലൂടെ, അതായത് വസ്തുവിന് താപം കൊടുത്തു കഴിഞ്ഞാൽ ആ വസ്തുവിൻ്റെ താപനില നമുക്ക് ഉയർത്താനായിട്ട് കഴിയും. അതായത് ഒരു ടെമ്പറേച്ചർ റൈസ് ഉണ്ടാകുന്നതിന് ആവശ്യമായി നമ്മൾ കൊടുക്കുന്ന താപം ഏതെല്ലാം ഫാക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ഡിപ്പെൻഡ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമായിട്ട് നമുക്കൊരു എക്സ്പെരിമെൻറ്റിലേക്കൊന്ന് നോക്കാം. അതായത് നമുക്ക് ഒരു ബീക്കറുണ്ട്, ആ ബീക്കറിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു 100 ml വെള്ളം നമ്മൾ ഒരു ബീക്കറിനകത്ത് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ, അതായത് ഇതിൻ്റെ താപനില നമുക്കൊരു 20 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ചൂടാക്കണം. അപ്പോൾ നമ്മൾ ചൂടാക്കി, നമ്മളൊരു തെർമോമീറ്റർ ഉപയോഗിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇതിനെടുത്ത സമയം നമ്മളൊന്ന് നോക്കി വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇതേ 100 ml വെള്ളം തന്നെ 40 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യണം. ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ള താപം, അതായത് നമ്മൾ സെയിം ബർണർ ഉപയോഗിച്ച് തന്നെയാണ്, സെയിം ഫ്ലെയിമിൽ തന്നെയാണ് ചൂടാക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 40 ഡിഗ്രി സെൽഷ്യസ് റൈസ് ഉണ്ടാകണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ഹീറ്റിൻ്റെ അളവ്, അതായത് അതിനാവശ്യമായ സമയം നമ്മൾ നോക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആദ്യത്തെ കേസിൽ വന്ന സമയത്തിനേക്കാളും കൂടുതൽ രണ്ടാമത്തെ കേസിൽ വരുന്നുണ്ട്. അതായത് 20 ഡിഗ്രി സെൽഷ്യസ് റൈസ് ഉണ്ടാകാൻ ആവശ്യമായ സമയത്തിനേക്കാളും കൂടുതൽ സമയം നമ്മൾ 40 ഡിഗ്രി സെൽഷ്യസ് റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ചൂടാക്കേണ്ടി വരുന്നു. ദാറ്റ് മീൻസ് അവിടെ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി രണ്ടാമത്തെ കേസിൽ കൂടുതലാണ്. അതുപോലെ തന്നെ ഇനി നമ്മൾ നോക്കുക, ഈ 100 ml വാട്ടറിന് പകരം നമ്മളൊരു 200 ml വാട്ടർ ഉപയോഗിക്കുകയാണ്. 200 ml വാട്ടറാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യുകയാണ്. അപ്പോൾ ആ കേസിലെ താപം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അത് ഈ ഒന്നാമത്തെ കേസിൽ നമ്മൾ ഉപയോഗിച്ചത് 100 ml വാട്ടറിനെ 20 ഡിഗ്രി സെൽഷ്യസ് റൈസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തത് 200 ml വാട്ടറിനെ 20 ഡിഗ്രി സെൽഷ്യസ് റൈസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ കേസിൽ നമുക്കറിയാം 200 ml വാട്ടറിന് വേണ്ടി വരുന്ന ഹീറ്റിൻ്റെ അളവ് മറ്റേതിൻ്റെ ഏകദേശം ഡബിൾ ആയിരിക്കും. ഇനി അതേസമയം തന്നെ നമ്മളിപ്പോൾ ഈ വെള്ളത്തിന് പകരം 100 ml വെള്ളത്തിന് പകരം ഇഫ് യു ടേക്ക് ഓയിൽ, ഇപ്പോൾ കോക്കനട്ട് ഓയിലോ മസ്റ്റാർഡ് ഓയിലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഓയിലാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിന് ആവശ്യമായ താപം വളരെ കുറവായിരിക്കും. അതായത് 20 ഡിഗ്രി സെൽഷ്യസ് റൈസ് ഉണ്ടാവാനായിട്ട് കോക്കനട്ട് ഓയിലിന് അല്ലെങ്കിൽ മസ്റ്റാർഡ് ഓയിലിന് ആവശ്യമായ ഹീറ്റ് എനർജി എന്ന് പറയുന്നത് 100 ml വാട്ടറിന് ആവശ്യമായതിനേക്കാളിലും കുറവായിരിക്കും. അതായത് കുറച്ച് സമയം നമ്മൾ ചൂടാക്കിയാൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകും? അതായത് ഒരു വസ്തുവിന് നമുക്ക് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകണമെങ്കിൽ, അതായത് താപനിലയിൽ വ്യത്യാസം ഉണ്ടാകണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി എന്ന് പറയുന്നത് പ്രധാനമായും 3 കാര്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. ഏതിനെയൊക്കെയാണ്? ഒന്ന്, മാസ് ഓഫ് ദി സബ്സ്റ്റൻസ്. രണ്ടാമത്തത് ദ ടെമ്പറേച്ചർ ഡിഫറൻസ്, ഇത് അതിനെ നമ്മൾ ഡെൽറ്റ ടി എന്ന് ഡിനോട്ട് ചെയ്യും, ഡെൽറ്റ ടി. ദെൻ തേർഡ് വൺ, ദ നേച്ചർ ഓഫ് ദി സബ്സ്റ്റൻസ്. അതായത് നമ്മൾ വസ്തുവിൻ്റെ മാസ് കൂടിയപ്പോൾ 100 ml വെള്ളം ഉപയോഗിച്ച് 20 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യുമ്പോൾ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റും, അതേസമയം 200 ml വെള്ളം ഉപയോഗിച്ച് 20 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യുന്നതിന് വേണ്ടുന്ന ഹീറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് മാസ് കൂടുമ്പോൾ ഹീറ്റ് കൂടുതലായിട്ട് ആവശ്യമായി വരുന്നു.
അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഡിഫറൻസിൻ്റെ കേസ്, ഇപ്പോൾ 20°C റൈസ് ഉണ്ടാക്കുന്നതിനും 40°C റൈസ് ഉണ്ടാക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഹീറ്റ് ഡിഫറൻ്റ് ആണ്. 40°C റൈസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്കറിയാം കൂടുതൽ താപം നമുക്ക് ആവശ്യമായി വരുന്നു. ഇനി അതുപോലെ തന്നെ നേച്ചർ ഓഫ് സബ്സ്റ്റൻസ്, ഇപ്പം നമുക്കറിയാം ജലം 100 ml വാട്ടർ 20°C റൈസ് ചെയ്യുന്ന താപം നോക്കുക, 100 ml കോക്കനട്ട് ഓയിൽ 20°C റൈസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള താപം നോക്കുക. അപ്പോൾ ഇതിൽ നമുക്കറിയാം നേച്ചർ ഓഫ് സബ്സ്റ്റൻസ് മാറുന്ന അനുസരിച്ചും താപത്തിൻ്റെ അളവ് വ്യത്യാസപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ താപനില ഉയർത്തണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ആശ്രയിക്കുന്നുണ്ട്? അതായത് വസ്തുവിൻ്റെ മാസിനെ ആശ്രയിക്കുന്നു, മാസ് എം. രണ്ടാമത് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ഡെൽറ്റ ടി, ദെൻ ദ നേച്ചർ ഓഫ് ദി സബ്സ്റ്റൻസ്. അതായത് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു വാം എ ഗിവൺ സബ്സ്റ്റൻസ് ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് മാസ് എം, ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി and the nature of the substance. The change in temperature of a substance when a given quantity of heat is absorbed or rejected by it is characterized by a quantity called heat capacity of that substance. അതായത് ഒരു വസ്തുവിനുണ്ടാകുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് അത് ഒന്നുകിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോഴാകാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുമ്പോഴാകാം. ഈ രണ്ട് കേസിലും അതിനുണ്ടാകുന്ന ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിനെ നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്നുള്ളൊരു ടേമിൽ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ഹീറ്റ് കപ്പാസിറ്റി? ഹീറ്റ് കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു ചേഞ്ച് ദ ടെമ്പറേച്ചർ ഓഫ് എ ബോഡി ബൈ യൂണിറ്റി. അതായത് ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചർ ഒരു യൂണിറ്റ് വ്യത്യാസപ്പെടുത്താൻ, അതായത് 1°C ഓർ 1 Kelvin വ്യത്യാസപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് എനർജിയെ വിളിക്കുന്ന പേരാണ് ഹീറ്റ് കപ്പാസിറ്റി. അതായത് ഹീറ്റ് കപ്പാസിറ്റി ഇസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു ചേഞ്ച് ദ ടെമ്പറേച്ചർ ഓഫ് എ ബോഡി ബൈ യൂണിറ്റി. അപ്പോൾ ഇതിന് നമ്മളൊരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ബോഡിയുടെ ടെമ്പറേച്ചർ ഡെൽറ്റ ടി റൈസ് ചെയ്യണം. അതായത് ബോഡിയുടെ ഇനിഷ്യൽ ടെമ്പറേച്ചർ ടി ആണ്, ഫൈനൽ ടെമ്പറേച്ചർ ടി പ്ലസ് ഡെൽറ്റ ടി ആയി മാറണം. അതിന് നമ്മൾ കൊടുത്ത ഹീറ്റ് എനർജി ഡെൽറ്റ ക്യൂ ആണെന്ന് വിചാരിക്കുക. അതായത് ഈ ഡെൽറ്റ ക്യൂ ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി സപ്ലൈഡ് ടു ദ സബ്സ്റ്റൻസ് ടു ചേഞ്ച് ഇറ്റ്സ് ടെമ്പറേച്ചർ ഫ്രം ടി ടു ടി പ്ലസ് ഡെൽറ്റ ടി. ദെൻ ദ ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഗിവൺ ബൈ എസ് ഈക്വൽ ടു, ഹീറ്റ് കപ്പാസിറ്റി എസ് ക്യാപിറ്റൽ എസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഇതാണ് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ, എസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ആൻഡ് ദ യൂണിറ്റ് ഓഫ് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ജൂൾ പെർ കെൽവിൻ. ഡെൽറ്റ ക്യൂ ഈസ് ഹീറ്റ് എനർജി, ദെൻ ഡെൽറ്റ ടി ഈസ് ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. സോ ദ യൂണിറ്റ് ഓഫ് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ജൂൾ പെർ കെൽവിൻ. 1 കിലോഗ്രാം സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചറാണ് നമുക്ക് 1°C അല്ലെങ്കിൽ 1 Kelvin റൈസ് ചെയ്യണം. ഇതിനാവശ്യമായിട്ടുള്ള ഹീറ്റ് എനർജി എത്രയാണ്? അതിനെയാണ് നമ്മൾ സ്പെസിഫിക് കപ്പാസിറ്റി എന്ന ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്പെസിഫിക് കപ്പാസിറ്റി ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ സ്മാൾ എസ് ആൻഡ് ഇറ്റ് ഈസ് ദ ഹീറ്റ് അബ്സോർബ്ഡ് ഓർ റിജക്റ്റഡ് ടു ചേഞ്ച് ദ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് ദി സബ്സ്റ്റൻസ് ബൈ യൂണിറ്റി. ഹീറ്റ് കപ്പാസിറ്റിയുടെ കേസിൽ നമ്മൾ ഹോൾ ബോഡിയുടെ ടെമ്പറേച്ചറാണ് 1 Kelvin അല്ലെങ്കിൽ 1°C. അതായത് യൂണിറ്റ് റൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് എനർജിയാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. പക്ഷേ സ്പെസിഫിക് കപ്പാസിറ്റിയിലേക്ക് വരുമ്പോൾ വി മസ്റ്റ് ടേക്ക് 1 kilogram ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. അതായത് ഇറ്റ് ഈസ് ദ ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ഓർ റിജക്റ്റഡ് ടു ചേഞ്ച് ദ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ബൈ യൂണിറ്റി. ഇനി ഒരു വസ്തുവിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ നേച്ചറിനെയും അതുപോലെ തന്നെ അതിൻ്റെ ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദ സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ഇറ്റ്സ് ടെമ്പറേച്ചർ. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ സ്പെസിഫിക് കപ്പാസിറ്റി എസ് സ്മാൾ എസ് ഈക്വൽ ടു ക്യാപിറ്റൽ എസ് ബൈ എം. അതായത് ഹീറ്റ് കപ്പാസിറ്റി ബൈ മാസ്. Specific capacity is equal to
heat capacity by mass. So it is equal to 1 by m into delta Q by delta T. അതായത് ക്യാപിറ്റൽ എസിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ സ്പെസിഫിക് കപ്പാസിറ്റി എസ് ഈക്വൽ ടു 1 by m into delta Q by delta T. Its SI unit is joule per kilogram per Kelvin. മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി നമ്മൾ സ്പെസിഫിക് കപ്പാസിറ്റി പറയുമ്പോൾ പെർ കിലോഗ്രാം ഓഫ് സബ്സ്റ്റൻസ് ആണ് പറയുന്നത്. അതേസമയം ഇവിടെ പെർ മോൾ ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ എടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീറ്റ് കപ്പാസിറ്റി പെർ മോൾ ഓഫ് ദി സബ്സ്റ്റൻസ് എന്ന് നമുക്ക് പറയാം. സ്പെസിഫിക് കപ്പാസിറ്റി ഈസ് ദ ഹീറ്റ് കപ്പാസിറ്റി പെർ യൂണിറ്റ് മാസ് ഓഫ് ദി സബ്സ്റ്റൻസ് ആണ്. ഹീറ്റ് കപ്പാസിറ്റി പെർ മോൾ ഓഫ് ദി സബ്സ്റ്റൻസ് ഈസ് കോൾഡ് molar specific capacity, or it is the heat energy required to change the temperature of 1 mole of a substance by unity. നമ്മളൊരു വസ്തുവിൻ്റെ 1 മോൾ എടുക്കുകയാണ്, 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ യൂണിറ്റി, അതായത് 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ ചേഞ്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് എനർജിയെയാണ് മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. And it is given by C, capital C equal to S by mu. S is the heat capacity and mu is the number of moles. That is equal to 1 by mu into delta Q by delta T. അതായത് ക്യാപിറ്റൽ എസിൻ്റെ വാല്യൂ നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ C ഈക്വൽ ടു മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി C ഈക്വൽ ടു 1 by mu into delta Q by delta T. And its unit is joule per mole per Kelvin. അതായത് ജൂൾ മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. ദെൻ കോമൺലി നമ്മൾ ഗ്യാസുകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ, ഗ്യാസസിൻ്റെ കേസ് ആണെങ്കിൽ അതിന് 2 ടൈപ്പ് മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി വരും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്യാസിനെ 2 രീതിയിൽ ചൂടാക്കാൻ പറ്റും. അതായത് ഒരു ഗ്യാസിന് നമുക്ക് 2 രീതിയിൽ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ അതിൻ്റെ വോളിയം കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് ഹീറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് ഹീറ്റ് കൊടുക്കാം. ദാറ്റ് ഈസ് എ ഗ്യാസ് ക്യാൻ ബി ഹീറ്റഡ് ഇൻ 2 ways, എയ്തർ ബൈ കീപ്പിംഗ് ദ വോളിയം കോൺസ്റ്റൻറ്റ് ഓർ ബൈ കീപ്പിംഗ് ദ പ്രഷർ കോൺസ്റ്റൻറ്റ്. സോ എ ഗ്യാസ് ഹാസ് 2 types of molar specific capacity. They are denoted by CV and CP. സഫിക്സ് ആയിട്ട് VO അല്ലെങ്കിൽ PO എടുക്കും. Then what is meant by molar specific capacity at constant volume, that is CV? That is, it is the quantity of heat energy required to raise the temperature of 1 mole of a gas by 1 Kelvin provided the volume is kept constant. അതായത് 1 മോൾ ഗ്യാസ് നമ്മൾ എടുക്കുന്നു, ആ ഗ്യാസിൻ്റെ വോളിയം ഫിക്സ്ഡ് ആണ്, വോളിയം നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ 1 കെൽവിൻ റൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിനെയാണ് നമ്മൾ മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് CV. ലൈക്ക് ദാറ്റ് മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ മീൻസ് it is the quantity of heat energy required to change the temperature of 1 mole of a gas by 1 Kelvin provided the pressure is kept constant. അതായത് ഒരു ഗ്യാസിൻ്റെ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് അതിൻ്റെ ടെമ്പറേച്ചർ, അതായത് 1 മോൾ ഗ്യാസാണ്, അതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് 1 കെൽവിൻ ചേഞ്ച് ചെയ്യണം. അതിനാവശ്യമായിട്ടുള്ള ഹീറ്റിനെയാണ് മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് പറയുന്നത്. ഇതിൻ്റെ കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CP ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ CV ആണ്. അപ്പോൾ അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനൊക്കെ ഉണ്ട്, അത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. ദെൻ അടുത്തതായി നമ്മൾ നോക്കുക, ഇവിടെ നമുക്കൊരു ടേബിൾ കാണാൻ പറ്റുന്നുണ്ട്. അതായത് കുറേ വസ്തുക്കളും അതിൻ്റെ കുറേ സബ്സ്റ്റൻസും അതിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റിയുമായിട്ടുള്ള ഒരു ടേബിളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ആദ്യം വരുന്ന, അതായത് അലൂമിനിയം, കാർബൺ, കോപ്പർ, ലെഡ്, ഇങ്ങനെ വരുന്ന സിൽവർ, ഇങ്ങനെയൊക്കെ വരുന്ന കുറേ വസ്തുക്കൾക്ക് ഹൈ സ്പെസിഫിക് കപ്പാസിറ്റി കാണിക്കുന്നുണ്ട്. അതായത് അലൂമിനിയത്തിൻ്റെ കേസിലാണെങ്കിൽ 900 ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിനാണ്.
അതുപോലെ കോപ്പറിനാണെങ്കിൽ 386.4 ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ. ഇങ്ങനെ കുറേ എണ്ണം കാണിക്കുന്നുണ്ട്. അതുപോലെ താഴോട്ട് വരുന്തോറും നമുക്കറിയാം, എന്താണ്ട് മെർക്കുറിയുടെയൊക്കെ കേസിൽ 140, എഡിബിൾ ഓയിലാണെങ്കിൽ 1965, അതുപോലെ കെറോസൺ 2118, ഇങ്ങനെയൊക്കെയുള്ള കേസുകളായിട്ടാണ് അതിനെ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു ടേബിൾ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റുന്നുണ്ട്. അതായത് വാട്ടർ എന്ന് പറയുന്ന വസ്തുവിന് അതിനാണ് ഏറ്റവും കൂടുതൽ സ്പെസിഫിക് കപ്പാസിറ്റി. അതായത് 4186, 4186 ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിനാണ് വാട്ടറിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി. അപ്പോൾ ഈ വാട്ടറിന് ഈ വെരി ഹൈ സ്പെസിഫിക് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ഇതിന് നമ്മൾ പല ആപ്ലിക്കേഷൻസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ വാഹനങ്ങളുടെ ഓട്ടോമൊബൈലിൻ്റെ റേഡിയേറ്ററിൽ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അതിന് കാരണം ഇതാണ്, വാട്ടറിന് വെരി ഹൈ സ്പെസിഫിക് കപ്പാസിറ്റി ആയതുകൊണ്ട് അത് അതിനകത്തുണ്ടാകുന്ന ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട് നമ്മുടെ ഹോട്ട് വാട്ടർ ബാഗ്സ് ഉണ്ട്. ഹോട്ട് വാട്ടർ ബാഗ്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ടറാണ്. അതുപോലെ നമ്മളിനി പഠിക്കാൻ പോകുന്നുണ്ട് സീ ബ്രീസ്, ലാൻഡ് ബ്രീസ് എന്നൊക്കെ പറഞ്ഞുള്ള കേസുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കേസിൽ വെള്ളത്തിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി വളരെ കൂടുതലായതുകൊണ്ടാണ് അങ്ങനെയുള്ള ഫിനോമിനൻസ് ഉണ്ടാകുന്നത്. അതായത് വാട്ടർ വാംസ് അപ്പ് മോർ സ്ലോലി ദാൻ ലാൻഡ് ഡ്യൂറിങ് സമ്മർ. നമ്മൾ വേനൽക്കാലത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലാൻഡ്, അതായത് മണ്ണ് ചൂടാകുന്നതിനേക്കാളിലും സാവധാനത്തിൽ മാത്രമേ വെള്ളം ചൂടാവത്തുള്ളൂ. കാരണം അതിനൊരു ഇത്രയും 4186 ജൂൾ ചെന്നെങ്കിൽ മാത്രമേ 1 കിലോഗ്രാം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 കെൽവിൻ റൈസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ സമയത്ത് കടലിൽ നിന്നുള്ള കാറ്റിന് ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നത്. പകൽ സമയത്ത് വരുന്ന സീ ബ്രീസിന് ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നതിൻ്റെ കാരണം ഇതാണ്. വാട്ടർ വാംസ് അപ്പ് മോർ സ്ലോലി ദാൻ ലാൻഡ് ഡ്യൂറിങ് സമ്മർ. അതുപോലെ തന്നെ നമ്മൾ മരുപ്രദേശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് മരുഭൂമികൾ എടുത്തു കഴിഞ്ഞാൽ, മരുഭൂമികളിൽ പകൽ സമയത്ത് മണ്ണ് നല്ലതുപോലെ ചുട്ടു പൊള്ളും. ഇത് ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. അതേസമയം രാത്രിയിൽ ഇത് നല്ല തണുത്തിരിക്കും. കാരണം ആ കിട്ടുന്ന ഹീറ്റ് അതുപോലെ അത് കളയും. ഒരു ടേബിൾ കാണുന്നുണ്ട്. അതായത് കുറേ ഗ്യാസുകളും അവയുടെ CPCV, അതായത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറും അതുപോലെ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം വയ്ക്കുന്ന ഒരു ചാർട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ ചാർട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് CPയുടെ വാല്യൂ CVയുടെ കറസ്പോണ്ടിങ് CVയുടെ വാല്യൂസിനേക്കാളും എപ്പോഴും കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ റീസണൊക്കെ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് കലോറിമെട്രി. അതായത് നമ്മുടെ ഹീറ്റിൻ്റെ മെഷർമെൻ്റാണ് ഇതിനകത്ത് പറയുന്നത്. കലോറിമെട്രി മീൻസ് മെഷർമെൻറ്റ് ഓഫ് ഹീറ്റ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളുണ്ട്. അതായത് പ്രിൻസിപ്പിൾ ഓഫ് മിക്സ്ചേഴ്സ് എന്ന് പറയും. അതായത് കലോറിമെട്രി എന്ന് പറയുന്ന പാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹീറ്റ് എനർജി അളക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഹയർ ടെമ്പറേച്ചറിലുള്ള ഒരു ബോഡിയും ലോവർ ടെമ്പറേച്ചറിലുള്ള ഒരു ബോഡിയും തമ്മിൽ കോണ്ടാക്റ്റിലിരിക്കുകയാണ്. കോണ്ടാക്റ്റിലിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഹോട്ട് ബോഡിയിൽ നിന്നും കോൾഡ് ബോഡിയിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യും. അങ്ങനെ ഫ്ലോ ചെയ്ത് കുറേ സമയം കഴിയുമ്പോൾ ഇത് രണ്ടും ഒരേ ടെമ്പറേച്ചറിലായിട്ട് മാറും. എങ്ങനെയാണെങ്കിൽ പ്രൊവൈഡഡ് നോ ഹീറ്റ് ഈസ് അലൗഡ് ടു എസ്കേപ്പ് ടു ദ സറൗണ്ടിങ്സ്. ഇതൊരു ഇൻസുലേഷനിലായിരിക്കണം. ഇതിന് സറൗണ്ടിങ്സുമായിട്ട് യാതൊരു ഹീറ്റ് എക്സ്ചേഞ്ചും പാടില്ല. നമ്മൾ ഈ എടുത്തേക്കുന്ന ഹയർ ടെമ്പറേച്ചറിലുള്ള ബോഡിയും ലോവർ ടെമ്പറേച്ചറിലുള്ള ബോഡിയും ഐസൊലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അതായത് അകത്തോട്ടും പുറത്തോട്ടുമുള്ള ഹീറ്റ് എക്സ്ചേഞ്ച് നമ്മൾ ബാൻ ചെയ്തിരിക്കുകയാണ്, അതായത് ഇല്ലാതിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കേസിൽ പ്രിൻസിപ്പിൾ ഓഫ് മിക്സ്ചേഴ്സ് പറയുന്നത് ദ ഹീറ്റ് ലോസ്ഡ് ബൈ ദി ഹോട്ട് ബോഡി ഈസ് ഈക്വൽ ടു ദ ഹീറ്റ് ഗെയിൻഡ് ബൈ ദി കോൾഡ് ബോഡി. ഈ പ്രിൻസിപ്പിളാണ് കലോറിമെട്രിയിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതായത് when a hot body and a cold body are in contact, the heat will flow from hot body to the cold body till both attain the same temperature, and the heat lost by the hot body is equal to the heat gained by the cold one. എങ്ങനെയാണെങ്കിൽ provided no heat is allowed to escape to the surroundings.
ഇനി കലോറിമെട്രിയിൽ നമ്മൾ ഹീറ്റിൻ്റെ മെഷർമെൻ്റാണ് നടത്തുന്നത്. ഇപ്പോൾ ഈ ഹീറ്റ് മെഷർമെൻറ്റ് നടത്താനായിട്ട് നമ്മൾ കലോറിമെട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട്. അതിൻ്റെ പേരാണ് കലോറിമീറ്റർ. ഇത് കലോറിമെട്രിക് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് കലോറിമീറ്റർ. അപ്പോൾ ഒരു കലോറിമീറ്റർ എന്താണ്, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ഇതൊക്കെയൊന്ന് നമുക്ക് നോക്കാം. കലോറിമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് നമ്മൾ കലോറിമെട്രിക് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാനായി ലാബുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണിത്. ഇതിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്, ഇതിനകത്ത് മെയിനായിട്ടുള്ളത് കൺസിസ്റ്റ് ഓഫ് എ മെറ്റാലിക് വെസൽ. അതായത് ഒരു മെറ്റൽ വെസലാണ്, ഒരു സിലിണ്ടറിക്കലായിട്ടുള്ള ഒരു വെസലാണ്. ഇറ്റ് ഈസ് കോമൺലി മെയ്ഡ് അപ്പ് ഓഫ് കോപ്പർ ഓർ അലൂമിനിയം. കോപ്പറോ അലൂമിനിയമോ ഉപയോഗിച്ചായിരിക്കും ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനകത്തൊരു സ്റ്റിററുണ്ട്, നമുക്ക് ഇളക്കാനായിട്ടൊരു സ്റ്റിറർ. ആ സ്റ്റിററും ഇതേ മെറ്റീരിയൽ തന്നെ ആയിരിക്കും. അതായത് ഇതിപ്പോൾ കോപ്പർ കൊണ്ട് നിർമ്മിച്ച ഒരു കലോറിമീറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിറർ എന്ന് പറയുന്ന സംഭവവും കോപ്പർ വെച്ച് തന്നെ ആയിരിക്കും നിർമ്മിച്ചേക്കുന്നത്. അതുപോലെ അലൂമിനിയം ഉപയോഗിച്ച് വേണമെങ്കിലും ഇത് നിർമ്മിക്കാം. ഇനി ഈ വെസൽ എന്ന് പറയുന്നത് നമ്മളൊരു വുഡൻ ജാക്കറ്റിനകത്താണ് വെക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു വുഡൻ ജാക്കറ്റ്, ഇതിനകത്തേക്കായിരിക്കും നമ്മൾ ഈ വെസൽ വെക്കുന്നത്. ഇതിനകത്ത് ഈ വെസൽ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലമെന്ന് പറയുന്നത് ഇൻസുലേഷനാണ്. ഇപ്പോൾ ഇവിടെ സാഡസ്റ്റോ അതുപോലെ വൂളോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും ഇവിടെ മറച്ചു വെച്ചിരിക്കുന്നത്. അതായത് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിനകത്ത് സറൗണ്ട് ചെയ്തായിരിക്കും ഈ വെസൽ ഇരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു നമുക്കൊരു ലിഡ്, അതായത് ഇപ്പോൾ ഇത് എന്നിട്ടൊരു ഒരു തടി വെച്ചുള്ള ഒരു കണ്ടെയ്നറിനകത്ത് വെസൽ വെച്ചേക്കുന്നത് ഒരു വുഡൻ ജാക്കറ്റിനുള്ളിലാണ്. അതിന് ഒരു ലിഡുണ്ട്, ആൻഡ് ഇറ്റ് ഈസ് ആൾസോ മെയ്ഡ് അപ്പ് ഓഫ് വുഡ്. ഇത് വെച്ചായിരിക്കും നമ്മളിത് കവർ ചെയ്ത് വെക്കുന്നത്. ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, ഈ കവർ ചെയ്ത് വെച്ചേക്കുമ്പോൾ ഇതിൻ്റെ മുകളിലൊരു ഹോള് നമ്മൾ കാണുന്നുണ്ട്. ഈ ലിഡിനകത്തൊരു ഹോള് കാണുന്നുണ്ട്. ഈ ഹോളിൽ കൂടെ നമ്മളൊരു തെർമോമീറ്റർ, അതായത് ഈ കലോറിമീറ്ററിനകത്ത് വെള്ളമോ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ വസ്തുക്കൾ നമ്മൾ വെച്ചിട്ടായിരിക്കും എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു തെർമോമീറ്റർ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാനുള്ള പ്രൊവിഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. തെർമോമീറ്റർ നമുക്ക് ഈ സ്റ്റാൻഡിനകത്ത് ഇങ്ങനെ ഉറപ്പിച്ച് നിർത്താം. ഇതാണ് കലോറിമീറ്റർ എന്ന് പറയുന്ന ഉപകരണം. നമ്മൾ ലാബുകളിൽ ഹീറ്റിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് കലോറിമീറ്റർ. ഇനി ഇപ്പോൾ കലോറിമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു, ഹീറ്റ് ലോസ് ബൈ എ ഹോട്ട് ബോഡി ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ബൈ എ കോൾഡ് ബോഡി. അപ്പോൾ ഹീറ്റ് ലോസ്റ്റ് ആയാലും ഹീറ്റ് ഗെയിൻ ആണെങ്കിലും അത് കാണാനുള്ള ഇക്വേഷൻ ഏതാണ്? നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിച്ച് ഈ ഹീറ്റ് ലോസോ ഹീറ്റ് ഗെയിനോ കണ്ടുപിടിക്കും? നമ്മൾ സ്പെസിഫിക് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ ആലോചിച്ച് നോക്കുക. സ്പെസിഫിക് കപ്പാസിറ്റി എസ് സ്മാൾ എസ് ഈക്വൽ ടു 1/m ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. അപ്പോൾ അതിൽ നിന്ന് നമുക്കറിയാം ഡെൽറ്റ ക്യൂവിൻ്റെ വില. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു എം എസ് ഡെൽറ്റ ടി. അതായത് ഒരു വസ്തുവിന് കിട്ടുന്ന ഹീറ്റ് ലോസ് അല്ലെങ്കിൽ ഹീറ്റ് ഗെയിൻ കാണാനുള്ള ഇക്വേഷൻ മാസ് ഇൻറ്റു സ്പെസിഫിക് കപ്പാസിറ്റി ഇൻറ്റു ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ചിലതിന് റൈസ് ഇൻ ടെമ്പറേച്ചർ ആവാം, ചിലതിന് അതുപോലെ ഫോൾ ഇൻ ടെമ്പറേച്ചർ ആവാം. സോ ഇറ്റ് ഈസ് ടേക്കൺ ആസ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്കൊരു പ്രോബ്ലവും കൂടെ ചെയ്ത് നോക്കാം. കലോറിമീറ്റർ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലവും കൂടെ ചെയ്ത് നോക്കാം. നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതുക. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. ക്വസ്റ്റ്യൻ നോക്കി എഴുതുക. എ സ്ഫിയർ ഓഫ് 0.047 kilogram aluminum is placed for sufficient time in a vessel containing boiling water so that the sphere is at 100 degrees Celsius. It is then immediately transferred to 0.14 kilogram copper calorimeter containing 0.25 kilogram water at 20 degrees Celsius. The temperature of water rises and attains a steady state at 23 degrees Celsius. Calculate
ദ സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് അലൂമിനിയം. ഇപ്പോൾ ക്വസ്റ്റ്യൻ എഴുതുക. ക്വസ്റ്റ്യൻ എഴുതിയതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഡേറ്റയൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് എഴുതണം. ഡേറ്റ അനലൈസ് ചെയ്ത് എഴുതുമ്പോൾ നമുക്കറിയാം മാസ് ഓഫ് സ്ഫിയർ എന്ന് പറയുന്നത് 0.047 കിലോഗ്രാം. അതിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി SAL ആണ് നമുക്ക് കാണുന്നത്. സഫിക്സ് ആയിട്ട് AL എന്ന് കൊടുക്കുക, അതായത് അലൂമിനിയം എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് SAL എന്ന് കൊടുക്കുക. ദെൻ അതിൻ്റെ ടെമ്പറേച്ചർ, ഇനിഷ്യൽ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫൈനലി അത് എത്ര ആയിട്ട് മാറി? 23 ആയിട്ട് മാറി. അപ്പോൾ അതിനുണ്ടായ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് 100 - 23. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓഫ് അലൂമിനിയം സ്ഫിയർ ΔT = 77 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഹീറ്റ് ലോസ് ബൈ അലൂമിനിയം സ്ഫിയർ ഇസ് ഈക്വൽ ടു M1 SAL ΔT. അതായത് M1 എന്ന് നമ്മൾ എടുത്തേക്കുന്നത്, M1 എന്ന് പറയുന്നത് മാസ് ഓഫ് അലൂമിനിയം സ്ഫിയർ ആണ്. M1 = 0.047 കിലോഗ്രാം. ഇനി ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഹീറ്റ് ഗെയിൻ ചെയ്തത് ആരൊക്കെയാണ്? കലോറിമീറ്റർ പ്ലസ് വാട്ടർ. ഇനി അതിൻ്റെ ഡേറ്റ നമ്മൾ എഴുതുന്നു. മാസ് ഓഫ് വാട്ടർ M2 എന്ന് പറയുന്നത് 0.25 കിലോഗ്രാം ആണ്. മാസ് ഓഫ് കലോറിമീറ്റർ M3 എന്ന് പറയുന്നത് 0.14 കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ടറിനും കലോറിമീറ്ററിനും ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ദാറ്റ് ഈസ് ΔT2 എന്ന് എടുക്കുകയാണ്. ΔT2 = 23 - 20, അതായത് 3 ഡിഗ്രി സെൽഷ്യസ്. ഈ സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് കോപ്പർ തന്നിട്ടുണ്ട്, അതായത് 0.386 × 10³ ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ ആണ്. അതുപോലെ വാട്ടറിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 4.18 × 10³ ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ. അപ്പോൾ എന്നിട്ട് ഇത് രണ്ടും കൂടെ നമ്മളൊന്ന് ഇക്വേറ്റ് ചെയ്യുന്നത്, അതായത് ഹീറ്റ് ഗെയിൻ ബൈ ദ കലോറിമീറ്റർ പ്ലസ് വാട്ടർ ഇസ് ഈക്വൽ ടു ഹീറ്റ് ലോസ് ബൈ ദി അലൂമിനിയം സ്ഫിയർ. അപ്പോൾ അത് ബോർഡിലേക്ക് നോക്കുക. നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലേ, നമുക്കിങ്ങനെ കിട്ടും. M1 SAL ΔT ഇസ് ഈക്വൽ ടു M2 SW ΔT2 പ്ലസ് M3 SCU ΔT2. ഇനി ആ വാല്യൂസ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടുമ്പോൾ സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് അലൂമിനിയം ഈക്വൽ ടു 911.05 ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ. ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ആൻസർ നമുക്ക് ബോഡി കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെയുള്ള പ്രോബ്ലംസ് നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ അൺസോൾഡിൽ കിടപ്പുണ്ട്. അത് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ വാട്ടറിൻ്റെ വെരി ഹൈ സ്പെസിഫിക് കപ്പാസിറ്റിയുടെ ആപ്ലിക്കേഷൻസ് ആയിട്ടൊരു 3 എണ്ണമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ മറ്റ് ബുക്കുകളൊക്കെ വായിച്ച് അല്ലെങ്കിൽ നെറ്റിലൂടെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് കണ്ടെത്തി അതൊക്കെ ഒന്ന് നോട്ട്ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. ഈ ഹീറ്റ് നൽകിയാൽ വസ്തുവിനുണ്ടാകുന്ന ഒരു മാറ്റം, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തെർമൽ എക്സ്പാൻഷൻ ഉണ്ടാകുന്നുണ്ട്. ഇത് കൂടാതെ ഹീറ്റിന് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനൊരു കാര്യത്തെക്കുറിച്ചായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്.